السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻപാപങ്ങളെക്കുറിച്ച് അതിൻ്റെ ഓരോ ഇനങ്ങളും ഈ കിതാബിലുണ്ട്. ആദ്യമായി നമ്മൾ ഹൃദയം കൊണ്ട് ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. അതിനുശേഷം നാവുകൾ കൊണ്ട് സംഭവിക്കുന്ന വൻപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളെല്ലാം നാവുമായി ബന്ധപ്പെട്ട് നമ്മിൽ സംഭവിക്കാറുള്ള തിന്മകളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അഥവാ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ഗൗരവത്തിൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവയവമാണ് നമ്മുടെ നാവ് എന്നത് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി ഷെയ്ഖ് റഹിമഹുള്ള തലക്കെട്ട് കൊടുത്തു, 18-ാമത്തെ അധ്യായം, ബാബുൻ ഷിദ്ദത്തുൽ ജിദാൽ, കഠിനമായ തർക്കം, അതല്ലെങ്കിൽ ധാരാളമായി തർക്കിക്കൽ. അൽ ജിദാൽ എന്നാൽ തർക്കം, അതല്ലെങ്കിൽ കുതർക്കം. ആ തർക്കത്തിൽ, കുതർക്കത്തിൽ അതിര് കവിയുക, അതല്ലെങ്കിൽ ധാരാളമായി അങ്ങനെ തർക്കിക്കുക എന്നതാണ് ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. അൽ ജിദാൽ, തർക്കമെന്നത് നാവിൽ സംഭവിക്കുന്ന, അതല്ലെങ്കിൽ നാവ് കൊണ്ട് സംഭവിക്കുന്ന വലിയ ആപത്താണ്. നമ്മൾ ഓരോരുത്തരും തൊട്ടു മുന്നേ വായിച്ചു പോയ അധ്യായങ്ങളിൽ സംസാരത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസാരം അത് സൂക്ഷിക്കണമെന്നത് നമ്മൾ മനസ്സിലാക്കി. സംസാരം അധികരിച്ചു പോകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ അധ്യായം നോക്കൂ നിങ്ങൾ, അതേ സംസാരത്തിലടങ്ങുന്നതാണ് തർക്കമെന്നുള്ളത്. അതും ഈ പറഞ്ഞ നാവ് കൊണ്ട് തന്നെയാണ് ഉണ്ടാവുക. അദ്ദേഹം അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും ഒരായത്ത് ഉദ്ധരിച്ചു. ഒരായത്തിൻ്റെ ഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല, അള്ളാഹു തആല പറഞ്ഞു, വഹുവ അലദ്ദുൽ ഖിസാം. ഈ ആയത്തിൻ്റെ പരിപൂർണ രൂപം മുനാഫിഖുകളെക്കുറിച്ച് അവരുടെ വിശേഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. വമിനന്നാസി, ജനങ്ങളിൽ ചിലരുണ്ട്, മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ സംസാരങ്ങൾ, വാക്കുകൾ നബിയെ താങ്കളെ അത്ഭുതപ്പെടുത്തിയേക്കാം. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ താങ്കൾക്ക് കൗതുകം തോന്നിയേക്കാം. തൊട്ടു മുന്നേ നമ്മൾ വായിച്ച അധ്യായത്തിൽ വന്നതുപോലെ പ്രാസമൊപ്പിച്ച് വളരെ സാഹിത്യങ്ങൾ ഉപയോഗിച്ച് ആ രൂപത്തിൽ തങ്ങളുടെ നിഫാഖും ഒഴികേടും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവർ തേനിൽ വിഷം പുരട്ടിയ രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തും. ഒരുപക്ഷേ മുഅ്മിനീങ്ങൾ അത് കേട്ട് അത്ഭുതപ്പെട്ടേക്കാം. എന്നിട്ട് അല്ലാഹു പറയുന്നു, വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, ഈ പറഞ്ഞ ആളുകളുടെ കൽബിലുള്ളതിനെ, അഥവാ അവരുടെ ഹൃദയം സംശുദ്ധമാണ് എന്നത് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാൻ അവർ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയും ചെയ്യും. വാസ്തവത്തിൽ വഹുവ അലദ്ദുൽ ഖിസാം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യത്തിൻ്റെ കഠിന വൈരികളാണ്. അഥവാ സത്യത്തോട് കഠിനമായി തർക്കിക്കുന്നവരാണ്, കുതർക്കത്തിൽ ഏർപ്പെടുന്നവരാണ്
ആ ആയത്തിൻ്റെ ഭാഗമാണ് ശൈഖ് അവിടെ കൊടുത്തത്. വഹുവ അലദ്ദുൽ ഖിസാം, ശക്തമായി കഠിനമായി തർക്കിക്കുന്നവരാണ്. ഈ രൂപത്തിലുള്ള തർക്കമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യമാണ്. അതൊരിക്കലും സഹോദരങ്ങളെ ഒരു മുഅ്മിനിന് ഉണ്ടാവാൻ പാടില്ല. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ, ഒരു മുഅ്മിനിൻ്റെ നാവിൽ ഈ പറഞ്ഞ കാര്യം ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. കാരണം അലദ്ദുൽ ഖിസാം എന്ന വാക്കിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അൽ അലദ് എന്ന് പറഞ്ഞാൽ ഹുവൽ അഅവജ്. അൽ അഅവജ് എന്ന് പറഞ്ഞാൽ നേരെയല്ലാത്ത, വളഞ്ഞത് എന്നൊക്കെ അർത്ഥം പറയാം. മുനാഫിഖുകളുടെ സംസാരത്തിൻ്റെ രീതി അപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിൻ്റെ കപടവിശ്വാസിയുടെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ 3 എണ്ണമാകുന്നു. ഇദാ ഹദ്ദസ കദബ്, സംസാരിച്ചാൽ കളവ് പറയും. വഇദാ ആഹദ ഖദർ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഇദാ ഖാസമ ഫജറ, തർക്കിച്ചാൽ മോശമായ രൂപത്തിൽ കുതർക്കത്തിലേർപ്പെടും. പല രൂപത്തിലുള്ള മോശമായ വഴിയും സ്വീകരിക്കും. അപ്പോൾ അലദ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വളഞ്ഞ വഴി, അതല്ലെങ്കിൽ വളഞ്ഞത്, നേരെയല്ലാത്തത് എന്നതാണ്. ഇതൊരിക്കലും സഹോദരങ്ങളെ മുഅ്മിനിൻ്റെ അടയാളത്തിൽ പെട്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞതായി കാണാം, ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ. നബിയെ, താങ്കളുടെ ഭാഷയിൽ, അറബി ഭാഷയിൽ താങ്കൾക്ക് ഈ പരിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചത്, അത് എളുപ്പമാക്കി തന്നത് മുത്തഖീങ്ങൾക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയും, വതുൻദിറ ബിഹി ഖൗമൻ ലുദ്ദ, മർക്കടമുഷ്ടിക്കാരായ ഇതുപോലെയുള്ള തർക്കത്തിൻ്റെ ആളുകൾക്ക് താക്കീത് ചെയ്യുന്നതിനും വേണ്ടി മാത്രമാണ്. ഈ ആയത്തിൽ ഖൗമൻ ലുദ്ദൻ എന്ന് പറഞ്ഞു. അൽ അലദ്, ആ വാക്ക് സൂചിപ്പിക്കുന്നത് ഇതാണ്, തങ്ങളുടെ ബാത്തിലിന് വേണ്ടി, തങ്ങളുടെ വ്യർത്ഥമായ അടിസ്ഥാനരഹിതമായ അള്ളാഹുവിൻ്റെ ദീനിന് എതിരായ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുക. അത് കപടവിശ്വാസികളുടെ, മുനാഫിഖുകളുടെ രീതിയാണ് എന്നതാണ് ഈ പറഞ്ഞത്. ഇത് വൻപാപത്തിൽപ്പെട്ടതാണ്. ഇത് വൻപാപങ്ങളിൽ ഒരു പാപമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതിന് ഒരു മറുവശമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഇതുപോലെ ആശയ സംവാദവും ഒരുപക്ഷെ സത്യവും അസത്യവുമായി കൂട്ടിമുട്ടുന്ന രൂപത്തിലുള്ള വാദപ്രതിവാദങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞു, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. പ്രബോധന രംഗത്ത് എല്ലാവരും വേഗത്തിൽ നമ്മൾ പറയുന്നത് സ്വീകരിക്കുകയില്ല. ചില ആളുകൾക്ക് അവ്യക്തതകളുണ്ടാകും, പുകമറകളുണ്ടാകും. അവർ മുന്നേ കേട്ടതും പഠിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിലുണ്ടാകും. അതാണ് പ്രമാണം എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചവരായിരിക്കും. ഇപ്പം പല ആളുകളോടും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കള്ളക്കഥകളുണ്ടാവും അവർക്ക്. യഥാർത്ഥത്തിൽ അതൊക്കെ കിതാബിലുള്ളതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുക. ഇന്ന ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇന്ന പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അള്ളാഹു പറഞ്ഞിട്ടില്ലേ എന്നുവരെ പറയും. അതൊക്കെ അവരുടെ ഹൃദയങ്ങളിലുള്ള ശുബ്ഹത്തുകളാണ്, പുകമറകളാണ്, ആശയക്കുഴപ്പങ്ങളാണ്. അത്തരം ആളുകളോട് ഒരുപക്ഷെ തെളിവുകൾ വെച്ച് സംസാരിക്കേണ്ടി വരും, ആശയ സംവാദം, സംഭാഷണം നടത്തേണ്ടി വരും. അതെങ്ങനെയാണ്? ബില്ലതി ഹിയ അഹ്സൻ, നല്ല രൂപത്തിലായിരിക്കണം. അഥവാ അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം. സംസാരിച്ച് പിന്നെ പ്രമാണങ്ങളൊക്കെ മാറ്റി പിന്നെ അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും അവൻ്റെ കച്ചവടത്തിലേക്കും അവൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കും കയറി ചെല്ലുക എന്നതല്ല. മറിച്ച് പ്രമാണങ്ങൾ വെച്ച് ഖുർആനും സുന്നത്തും സലഫുകളുടെ അധ്യാപനങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കേണ്ടി വരും, ജിദാൽ നടത്തേണ്ടി വരും. അതിനും ജിദാൽ എന്ന് പറയും. അതിനും
ജിദാൽ എന്ന് പറയും. പക്ഷേ അത് മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ ജിദാലല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബാത്തിലിന് വേണ്ടി, വഴികേടിന് വേണ്ടിയാണ് തർക്കിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ എന്താണ്? സത്യത്തിനു വേണ്ടി ആശയ സംഭാഷണം നടത്തുക, അതല്ലെങ്കിൽ അതുപോലെ സംസാരിക്കുക. അത് അനുവദനീയമാണ്, അത് ചെയ്യണം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ ആ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ മർഫൂഅൻ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്ന അബ്ഗളർ റിജാലി ഇലല്ലാഹി അൽ അലദ്ദുൽ ഖസിമു, തീർച്ചയായും പുരുഷന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ളത് ധാരാളമായി തർക്കിക്കുന്നവരോടാണ്. ഈ ഹദീസിൽ അർ റിജാൽ പുരുഷന്മാരെന്ന് പറഞ്ഞു. അത് പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറിച്ച് പൊതുവെ തർക്കത്തിൻ്റെ ആളുകൾ പുരുഷന്മാരായിരിക്കും. എന്നാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ഹദീസ് ബാധകമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. പദാനുപദ അർത്ഥം പറയുമ്പോൾ പുരുഷന്മാരെന്ന് പൊതുവെ അർത്ഥം പറയും, എന്നാൽ രണ്ട് വിഭാഗവും അതിൽ പെടും എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റത്തെ വെറുപ്പാണ് ഇങ്ങനെ ധാരാളമായി തർക്കിക്കുന്നവരോട്. അത് സത്യനിഷേധികളുടെ, തൊട്ടുമുന്നേ പറഞ്ഞതുപോലെ മുനാഫിഖുകളുടെ രീതിയിൽപ്പെട്ടതാണ്. അല്ലാഹു പറഞ്ഞു, സൂറത്തു സുഖ്റുഫിൽ നമുക്ക് കാണാം, വഖാലു അആലിഹതുന ഖൈറുൻ അംഹു, ഞങ്ങളുടെ ഇലാഹുകളാണോ നല്ലത്, അതല്ല അവനാണോ? കുഫാറുകൾ, നിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഅ്മിനീങ്ങളോട് തർക്കിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, മാ ദറബൂഹു ലക ഇല്ലാ ജദലാ, അവർ ഈ പറഞ്ഞ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇലാഹുകളാണോ നല്ലത്, അതല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെയുള്ള ആളുകളാണോ, അങ്ങനെയൊക്കെയുള്ള അവരുടെ ചോദ്യമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഒ നബിയെ താങ്കളോട് തർക്കിക്കുവാൻ വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു, ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ, നിങ്ങളും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഇലാഹുകളും നരകത്തിലെ വിറക് കൊള്ളികളാണ്. നിങ്ങൾ ആ നരകത്തിലേക്ക് വരിക തന്നെ ചെയ്യും, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. ഈ ആയത്ത് എടുത്തുകൊണ്ട് മുശ്രിക്കീങ്ങൾ, നിഷേധികളായ ആളുകൾ സന്തോഷത്തോടുകൂടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നസാറാക്കൾ ആരാധിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിൽ പെടുമല്ലോ, ഉസൈർ നബി അലൈഹിസ്സലാം ഇതിൽ പെടുമല്ലോ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇതിൽ പെടുമല്ലോ. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് അറിയാമെന്ത്? ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ്, പ്രവാചകനാണ്, ഒരിക്കലും നരകത്തിൽ പോവുകയില്ല. ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഒരു നബിയാണ്. യഹൂദികൾ അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറഞ്ഞു ആരാധിച്ചു. പക്ഷെ അദ്ദേഹം നരകത്തിൽ പോവുകയില്ല, പ്രവാചകനാണ്, സ്വർഗത്തിലാണെന്ന് ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർ ഒരിക്കലും നരകത്തിൽ പോവുകയില്ല. അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടിയവരാണവർ. അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു പടച്ചത്. ഇതൊക്കെ അവർക്കറിയാം. പക്ഷെ അള്ളാഹുവിൻ്റെ ഈ ആയത്ത് കേട്ടപ്പോൾ തർക്കിക്കാൻ വേണ്ടി ചോദിക്കുകയാണെന്ത്? അങ്ങനെയാണെങ്കിൽ അവരൊക്കെ നരകത്തിലല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, മാ ദറബൂഹു ലക ഇല്ലാ ജദലാ. ഓ നബിയെ, ഈ ഉദാഹരണങ്ങളൊക്കെ അവർ പറയുന്നത് എന്തിനാണ്? തർക്കിക്കാൻ വേണ്ടിയാണ്. ഇതേ സ്വഭാവം ഇന്ന് ചില പുരോഹിതന്മാർ, അതല്ലെങ്കിൽ പുരോഹിതന്മാരെ നമുക്ക് കാണാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ജാറങ്ങൾ കെട്ടി ഉയർത്തരുത്, അവിടെ സുജൂദ് ചെയ്യരുത്, ബിദ്അത്തുകൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പറയെന്താണ്? മുൻഗാമികളായ നമ്മുടെ നേതാക്കന്മാരൊക്കെ നരകത്തിലാണോ? ഇതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ പൂർവികരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ പഠിപ്പിച്ചത് എന്താണോ അതാണ് ദീൻ. അവർ പഠിപ്പിച്ചതിൽ ഈ പറഞ്ഞതൊന്നുമില്ല.
ഇതൊക്കെ ചെയ്ത ആളുകൾ പിൽക്കാലത്ത് വന്ന പുത്തനാശയക്കാരാണ്. ഇപ്പോൾ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കാൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്ന തങ്ങൾ നരകത്തിലാണോ, മറ്റേ തങ്ങൾ നരകത്തിലാണോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപ്പപ്പമാർ നരകത്തിലാണോ? അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ മറുപടിയാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. മാ ദറബൂഹു ലക ഇല്ലാ ജദല. തർക്കിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വന്നിട്ടുണ്ടെന്ത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ആരുമാവട്ടെ അള്ളാഹുവിൻ്റെ കൂടെ അതല്ലെങ്കിൽ അങ്ങനെ ആരാധിക്കാൻ പാടുള്ളതല്ല. അവർക്ക് ആരാധനകൾക്ക് അർഹതയില്ല. അള്ളാഹു ഏകനാണ്, അവൻ മാത്രമാണ് ഇലാഹ്. അവനല്ലാതെ ആരാധിക്കപ്പെടുന്നവർക്കൊന്നും ആരാധനക്ക് അർഹതയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ധാരാളം ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ. ജാറങ്ങൾക്കും അതുപോലെയുള്ള ദർഗകൾക്കും എതിരായി ധാരാളം ഹദീസുകളുണ്ട്. ഇതൊക്കെ കേട്ടാലും പറയെന്താണ്? ഇന്നയാൾ നരകത്തിലാണോ, അയാൾ അങ്ങനെയല്ലേ, ഇയാൾ ഇങ്ങനെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അത്തരം തർക്കിക്കുന്ന ആളുകളെ കഠിനമായ വെറുപ്പാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. നേരത്തെ ഈ ആളുകൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഈസാ നബിയും ഉസൈർ നബിയും മലക്കുകളൊക്കെ ആരാധിക്കപ്പെടുന്നു, അവരൊക്കെ നരകത്തിലാണോ എന്ന ചോദ്യത്തിന് അള്ളാഹു മറുപടി പറഞ്ഞു. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക അൻഹാ മുബഅദൂൻ. നമ്മുടെ അടുക്കൽ നിന്നും അൽ ഹുസ്ന അഥവാ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവർ, നേരത്തെ നാം ഏറ്റവും നല്ലത് വാഗ്ദാനം ചെയ്ത ആളുകൾ ഈ നരകത്തിൽ നിന്നും അകറ്റപ്പെടുന്നവരാണ്. നബിമാരും അതുപോലെ മലക്കുകളും സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും ഒക്കെ ഇതിൽ നിന്ന് ഒഴിവാണ്. കാരണം അവരാരും അവരെ ഇബാദത്ത് ചെയ്യുന്നത് തൃപ്തിപ്പെട്ടിട്ടില്ല. അവരാരും അവരെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തെന്താണ്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും. തീർച്ചയായും എൻ്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ അള്ളാഹുവാണെന്ന്, ഞാൻ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും ആരാധിച്ചാൽ ആരാധിച്ചവൻ നരകത്തിൽ പോകും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അത് ബാധിക്കുന്നില്ല. ഉസൈർ നബിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരവാദിയല്ല. അതുപോലെ ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കന്മാർ, നല്ലവരായ ആളുകൾ, അവരെ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആരാധിച്ചാൽ, മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലയെ പോലെ അങ്ങനെയുള്ള മഹാന്മാരെ മഹത്തുക്കളെ ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരതിന് ഉത്തരവാദികളല്ല. വിളിച്ചു പ്രാർത്ഥിച്ചവൻ്റെ കാര്യം അള്ളാഹു നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിൻ്റെ വിറവ് കൊള്ളികളായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ധാരാളമായി ഇതുപോലെ ബാത്തിലിനു വേണ്ടി തർക്കിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അടുത്തതായി മറ്റൊരു ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. വലി തിർമിദി عن ابن عباس رضي الله عنهما مرفوعا كفى بك إثما ألا تزال مخاصما. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, കഫാ ബിക ഇസ്മൻ, നിനക്ക് പാപമായി രേഖപ്പെടുത്തപ്പെടാൻ മതിയായതാണ് അല്ലാ തസാല മുഖാസിമൻ, നീ എപ്പോഴും തർക്കിക്കുന്ന ഒരുവനായി തീരുക എന്നുള്ളത്. നീ എപ്പോഴും തർക്കിക്കുന്ന ഒരുവനായി തീരുക എന്നുള്ളത് നിന്റെ മേൽ തെറ്റായി തിന്മയായി ഭവിക്കാൻ മതിയായ കാരണമാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തർക്കം ഒരു ശീലമാക്കാൻ പാടുള്ളതല്ല. ഇത് പൊതുവായി ബാധിക്കുന്ന ഒരു ഹദീസാണ്, നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു ഹദീസാണിത്. എപ്പോഴും തർക്കിക്കുക, തൊട്ടേനും പിടിച്ചതിനൊക്കെ തർക്കിക്കുക എന്ന ഒരു രീതി തിന്മയായി ഭവിക്കാൻ അത് മതിയായതാണ്. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല
നേരത്തെ തൊട്ടുമുന്നേ പറഞ്ഞ ആയത്തിൽ നമ്മൾ കേട്ടു, വഹുവ അലദ്ദുൽ ഖിസാം, കഠിനമായി ശക്തമായി തർക്കിക്കുക എന്നുള്ളത് മുനാഫിഖുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുക, ആ തർക്കത്തിൽ പരിധി വിടുക, അതിര് കവിയുക എന്നത് ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദീനിൻ്റെ വിഷയത്തിൽ നിരന്തരം തർക്കിക്കുന്നവരുണ്ട്. പല ആളുകളുടെയും ധാരണ തർക്കത്തിലൂടെയാണ് ദീൻ പഠിക്കേണ്ടത് എന്നാണ്. തർക്കത്തിലൂടെയാണ് ദീൻ പഠിക്കേണ്ടത് എന്നാണ് പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും അതതിൻ്റെ ആവശ്യത്തിന് നിറവേറ്റപ്പെടുന്നതാണ്. ഒരാൾക്ക് ദീൻ പഠിക്കാൻ അതല്ല പ്രമാണമായി കൊടുക്കേണ്ടത്. ഒരാൾക്ക് ദീൻ പഠിക്കാൻ തർക്കങ്ങളല്ല കൊടുക്കേണ്ടത്. കാരണം ആ തർക്കത്തിലൂടെ എല്ലാവരും ഹക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. വാക്സാമർത്ഥ്യമുള്ളവൻ്റെ, നേരത്തെ മുന്നേ നമ്മൾ വായിച്ച അധ്യായത്തിലുള്ളതുപോലെ, നന്നായി സാഹിത്യ ഭാഷയിൽ സംസാരിക്കുന്ന, ബാത്തിലിനു വേണ്ടി സംസാരിക്കുന്ന ഒരുവൻ്റെ സംസാരം ചിലപ്പോൾ സത്യം പറയുന്ന മറുപക്ഷത്തിരിക്കുന്നവരെക്കാൾ മധുരമുള്ള, തേനിൽ വിഷം പുരട്ടിയതുപോലെയുള്ള സംസാരമായിരിക്കാം. ഇതൊക്കെ കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും, അയാളെന്താ നല്ല സംസാരം, അയാൾ പറയുന്ന കാര്യമല്ലേ എന്ന് പറയും. സ്വാഭാവികമാണ്, തിരിച്ചാണ് സംഭവിക്കാറുള്ളത് പൊതുവെ. എങ്കിലും ഈ പറഞ്ഞതിന് സാധ്യത കൂടുതലാണ്. 10 ആൾ ഹക്ക് മനസ്സിലാക്കി വരിക എന്നത് വലിയ കാര്യമാണ്. പക്ഷേ ഒരാൾ ഹക്കിൽ നിന്ന്, സത്യത്തിൽ നിന്ന് തെറ്റിപ്പോവുക എന്നത് വലിയ അപകടമാണ്. അത് വലിയ അപകടത്തിൽ പെട്ട കാര്യമാണ്. എപ്പോഴും തർക്കിക്കുക എന്നത് ശരിയല്ല. മുൻഗാമികളിൽ ചിലർ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ജഅല ദീനഹു ഗറദൻ ലിൽ ഖുസൂമാതി അക്സറ തനഖുൽ, ആരാണോ തൻ്റെ ദീനിനെ തർക്ക വിഷയമാക്കി മാറ്റിയത് അവൻ ധാരാളമായി മാറിക്കൊണ്ടിരിക്കും. അവൻ്റെ സംസാരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് സഹോദരങ്ങളെ, കൂടുതൽ ധാരാളമായി തർക്കിക്കുന്നവരെ നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. തർക്കിച്ച് ഒരുപാട് പുകമറകൾ, അവ്യക്തതകൾ, ശുബ്ഹത്തുകൾ തലയിൽ കയറ്റി വെക്കും. എന്നിട്ടോ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു നിലപാടെടുക്കേണ്ട വിഷയത്തിൽ എല്ലാവരും നല്ല നിലപാടെടുത്താൽ എല്ലാറ്റിനും തർക്കിച്ച് മുന്നിൽ നിൽക്കുന്ന ഇയാൾ തെറ്റിയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ്? വല്ലാതെ തർക്കിച്ച് ഒരുപാട് ശുബ്ഹത്തുകൾ ഹൃദയത്തിൽ കടന്നുകൂടുന്നത് കൊണ്ടാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലയോട് സംവാദം നടത്തണമെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് മുനാദറ നടത്തണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, മുനാദറ നടത്തി നീ എന്നെ പരാജയപ്പെടുത്തിയാൽ എന്തു ചെയ്യണം? അപ്പം അയാൾ പറഞ്ഞു, ഞാൻ താങ്കളെ പരാജയപ്പെടുത്തിയാൽ താങ്കൾ എന്നെ പിൻപറ്റണം. അപ്പം ഇമാം മാലിക് റഹിമഹുല്ല തിരിച്ചു ചോദിച്ചു, നേരെ തിരിച്ചാണെങ്കിലോ? നിന്നെ ഞാനാണ് പരാജയപ്പെടുത്തുന്നത് എങ്കിലോ? അപ്പം അയാൾ പറഞ്ഞു, ഞാൻ താങ്കളെ പിൻപറ്റും. അദ്ദേഹം വീണ്ടും ചോദിച്ചു, വേറൊരാൾ വന്നിട്ട് മുനാദറ നടത്തിയിട്ട് നമ്മളെ രണ്ടുപേരെയും തോൽപ്പിച്ച് അയാൾ ജയിച്ചാലോ? അപ്പം ഇയാൾ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും അയാളെ പിൻപറ്റണം. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, യാ അബ്ദല്ലാ, അള്ളാഹുവിൻ്റെ അടിമയായ മനുഷ്യ, ബഅസ അല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദീനിൻ വാഹിദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചത് ഒരൊറ്റ ദീനുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ഒരൊറ്റ ദീനുമായിട്ടാണ്, സത്യദീനുമായിട്ടാണ് അവിടുന്ന് വന്നത് ഒരൊറ്റ ആദർശമായിട്ടാണ്. വ അറാക തൻതഖിൽ, നീ അതിൽ നിന്നിങ്ങനെ മാറി മാറി സഞ്ചരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നീ ഇപ്പോൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. ബാത്തിലിൻ്റെ ഒരാൾ വന്ന് നന്നായി സംസാരിച്ച് വിജയിച്ചാൽ എല്ലാവരും അയാളെ പിന്നാലെ പോവുക. ഇങ്ങനെ പോയാൽ ഈ ദീനിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ, തർക്കിക്കുക, എപ്പോഴും തർക്കിക്കുക എന്നത് ശരിയല്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖൻ, സ്വർഗത്തിൻ്റെ താഴത്ത് ഓരത്ത് ഒരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. ലിമൻ തറകൽ മിറാഅ, ആരാണോ തർക്കം ഉപേക്ഷിച്ചത്, വഇൻ കാന മുഹിഖൻ, സത്യം തൻ്റെ ഭാഗത്തുണ്ടായിട്ടും, സത്യം തൻ്റെ ഭാഗത്തുണ്ട് പക്ഷേ
തർക്കവും കുതർക്കവും ആരാണോ ഒഴിവാക്കുന്നത് അവന് സ്വർഗത്തിൻ്റെ ഓരത്തൊരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു. നമ്മൾ നോക്കൂ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്? സത്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ പറയുന്നതാണ് ഹക്ക്, സത്യം എങ്കിൽ അടിച്ച് തകർത്തോളൂ എന്നല്ല പറഞ്ഞത്, മരിക്കുന്നവരെ തർക്കിച്ചോളൂ എന്നല്ല പറഞ്ഞത്. തർക്കിക്കാതിരിക്കുകയാണെങ്കിൽ സ്വർഗമുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ തർക്കം കുതർക്കം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. ദീന് പഠിക്കാൻ തർക്കമല്ല ഉപയോഗിക്കേണ്ടത്, ദീന് പഠിക്കാൻ പ്രമാണങ്ങളാണ്. ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ സലഫുകൾ നല്ലവരായ മുൻഗാമികൾ പറഞ്ഞ വാക്കുകൾ, അതാണ് ദീനിൻ്റെ പ്രമാണം. നോക്കൂ സഹോദരങ്ങളെ, എപ്പോഴും തർക്കിക്കുക എന്നത് എത്ര ഗൗരവത്തിലാണ് അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അത് മതിയായതാണ് ഒരാൾക്ക് തിന്മയായി ഭവിക്കാൻ. ഇത് പൊതുവേ നമ്മളെല്ലാ കാര്യത്തിലും എടുക്കേണ്ടതാണ്. ചില ആളുകളുണ്ട്, തൊട്ടേനും പിടിച്ചതിനും തർക്കിക്കും. ചെറിയ ഒരു കാര്യം മതി തർക്കിക്കും. വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി, അതിൻ്റെ മേൽ കടിച്ചു തൂങ്ങും, എന്നിട്ട് കുറേ നേരം തർക്കിക്കും. പാടില്ലാത്തതാണ്, ശരിയല്ല. സത്യമുണ്ടെങ്കിൽ പോലും തർക്കിക്കരുത്. എങ്കിൽ സത്യം ഉണ്ടോ ഇല്ലേന്ന് അറിയില്ലെങ്കിലോ, ഇനി സത്യമൊന്നുമില്ല വെറുതെ തർക്കിക്കന്നെ എന്ന് വിചാരിച്ച് ഒരാൾ തർക്കിച്ചാലോ എത്ര ഗുരുതരമായ അപകടമാണ് എന്ന് നിങ്ങൾ നോക്കൂ. ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ് എന്ന് ആധുനികരായ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നുണ്ട്. എത്രത്തോളം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില ആളുകളെ നമുക്ക് കാണാം, അവർ ജനങ്ങളുടെ പിന്നാലെ കൂടും, ഇതുപോലെ തർക്കങ്ങളുമായിട്ട് ജനങ്ങളുടെ പിന്നാലെ കൂടും. അവരുടെ സ്ഥിരം പരിപാടി ഇതായിരിക്കും, എവിടെ പോയാലും തർക്കിക്കുക, എപ്പോഴും തർക്കം. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കടിച്ചു തൂങ്ങി തർക്കമേ തർക്കം. അങ്ങനെ ആ തർക്കം കൊണ്ടുണ്ടാവുക എന്താണ്? ഒരുപാട് ആളുകൾക്ക് പിന്നീട് ആശയക്കുഴപ്പമുണ്ടാവും, ഒരുപാട് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അത് പാടില്ലാത്തതാണ്. തർക്കം പരമാവധി നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. തർക്കിച്ചുകൊണ്ട് അല്ല നമ്മൾ മുന്നേറേണ്ടത്, അത് നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല. പല ആളുകളും തെറ്റിദ്ധരിച്ചു പോയതാണ്, തർക്കിച്ചാലാണ് നമ്മളൊന്ന് ഉഷാറാവുക, നമ്മുടെ ശക്തി തെളിയുക തർക്കിച്ചാലാണ് എന്നത് തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെയല്ല. സൽസ്വഭാവത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആ ഹദീസിൻ്റെ കൂടെ അവിടുന്ന് പറഞ്ഞ ബാക്കി ഭാഗം നമുക്ക് ഇപ്രകാരം കാണാം: വബിബൈത്തിൻ ഫി വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹൻ. സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു. ആരാണോ കളവ് ഉപേക്ഷിച്ചത്, തമാശക്കായാൽ പോലും, അഥവാ തമാശക്ക് പോലും ആരാണോ കളവ് പറയാത്തത്, അയാൾക്ക് സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു. വബിബൈത്തിൻ ഫി അഅലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ ഒരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു. ലിമൻ ഹസ്സന ഖുലുഖഹു, ആരാണോ തൻ്റെ സ്വഭാവം നന്നാക്കിയത്. സുബ്ഹാനല്ലാഹ്, നോക്കൂ ആ ഹദീസിലെ ഓരോ കാര്യവും നിങ്ങൾ നോക്കൂ. ഓരോ കാര്യവും സ്വർഗത്തിൻ്റെ താഴെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് ഒരു വീടുണ്ട്. ആർക്ക്? തർക്കം ഉപേക്ഷിച്ചവന്. സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു വീടുണ്ട്, കളവ് ഉപേക്ഷിച്ചവന്. സ്വർഗത്തിൻ്റെ ഉയരത്തിൽ മുകളിൽ വീടുണ്ട്, സ്വഭാവം നന്നാക്കിയവന്. ഇതൊക്കെ പരസ്പരം ബന്ധമുള്ളതാണ്, ഇതൊക്കെ പരസ്പരം ബന്ധമുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കഫാ ബിക ഇസ്മൻ അല്ലാ തസാല മുഖാസിമൻ. എപ്പോഴും നീ തർക്കിക്കുന്നവനായിരിക്കുക എന്നത് നിന്റെ മേൽ തിന്മയായി ഭവിക്കാൻ അത് മതിയായതാണ്. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, തർക്കമെന്നത് പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല. തർക്കമെന്നത് പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ധാരാളമായി തർക്കിക്കുക എന്നത് അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതും ഒരാൾ ബാത്തിലിന് വേണ്ടി, വ്യർത്ഥമായ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുക എന്നത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. അത് മുനാഫിക്കുകളുടെ അടയാളമാണ്, സത്യനിഷേധികളുടെ രീതിയാണ്. അതുപോലെ പൊതുവെ തർക്കം എന്നത്, എപ്പോഴും തർക്കിക്കുക എന്നത് നമുക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. ഇത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, സത്യം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. നേരത്തെ പറഞ്ഞ ആയത്തുണ്ടല്ലോ, വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ആയത്തിൻ്റെ തുടക്കം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന
വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദ്ഉ, നബിയെ താങ്കൾ ക്ഷണിക്കുക, ഇലാ സബീലി റബ്ബിക, താങ്കളുടെ റബ്ബിൻ്റെ മാർഗത്തിൽ ക്ഷണിക്കണം. പ്രബോധനം ഓരോരുത്തരുടെയും അവരുടെ കഴിവിനനുസരിച്ച് നിർബന്ധ ബാധ്യതയാണ്. പഠിച്ചത്, മനസ്സിലാക്കിയത്, പ്രവർത്തിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ്, ഓരോരുത്തരുടെയും അറിവിനും കഴിവിനും അനുസരിച്ച്. ആരിലേക്ക് ക്ഷണിക്കണം? ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്കായിരിക്കണം, നമ്മളിലേക്കല്ല, നമ്മുടെ മജ്ലിസുകളിലേക്കല്ല, അതല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിലേക്കോ, അങ്ങനെയല്ല, വ്യക്തികളിലേക്കോ സംഘങ്ങളിലേക്കോ അല്ല ക്ഷണിക്കേണ്ടത്. ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക്. എങ്ങനെ ക്ഷണിക്കണം? ബിൽ ഹിക്മ. അൽ ഹിക്മ എന്ന് പറഞ്ഞാൽ യുക്തി എന്ന് പൊതുവെ അർത്ഥം പറയാറുണ്ട്. ഇൽം എന്നാണ് അർത്ഥം. വ്യക്തമായ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. വൽ മൗഇലത്തിൽ ഹസന, ആ വിജ്ഞാനം എങ്ങനെയായിരിക്കണം? നല്ല ഉപദേശത്തോടു കൂടിയായിരിക്കണം. ഈ വിജ്ഞാനം നല്ല രൂപത്തിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ തർക്കിക്കേണ്ടി വരും, അതല്ലെങ്കിൽ സംവാദം നടത്തേണ്ടി വരും, ആശയ സംഭാഷണം നടത്തേണ്ടി വരും. വജാദിൽഹും, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ സംസാരിക്കണം. എങ്ങനെ? വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഒരാളെയും പിടിച്ചു വലിച്ചു കൊണ്ടുവരാനോ നിർബന്ധിക്കുവാനോ നമുക്ക് അവകാശമില്ല, നമുക്കതിന് സാധിക്കുകയില്ല. ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതാണ് ആയത്തിൻ്റെ ബാക്കിയിൽ. ഫദക്കിർ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഉത്ബോധനം നൽകുക. ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഉത്ബോധനം ചെയ്യുന്ന ആൾ മാത്രമാണ്. നമുക്കെല്ലാവർക്കും അത് ബാധകമാണ്. ഇന്ന് എല്ലാ ഗ്രൂപ്പുകളിലും അടിയായിരിക്കും. പല ഗ്രൂപ്പുകളിലും ദീനിൻ്റെ പേരിലാണ് തല്ല്, അതല്ലെങ്കിൽ ചില പ്രത്യേക സമയം എത്തുമ്പോൾ മുഴുവനും ജിദാലായിരിക്കും, തല്ലായിരിക്കും, പരസ്പരം വാഗ്വാദങ്ങളായിരിക്കും. എന്താണ് വിഷയം? ദീനിൻ്റെ വിഷയമായിരിക്കും. എവിടെ എത്തുക? മറ്റവൻ്റെ വീട്ടിലും കച്ചവടത്തിലും അവൻ്റെ ഭാര്യയിലും മക്കളിലും അവൻ്റെ യാത്രയിലും അവൻ്റെ ഉപജീവനത്തിലും അവൻ്റെ ശമ്പളത്തിലും അവൻ്റെ ജോലിയിലും എന്ന് തുടങ്ങി അവൻ്റെ തല മുതൽ പെരുവിരൽ വരെ എത്തും. പാടില്ല സഹോദരങ്ങളെ, പാടില്ലാത്തതാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, പറഞ്ഞു കൊടുക്കണം, നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും, ആരായാലും ശരി, മുസ്ലിം ആയാലും ശരി, കാഫിറായാലും ശരി, മതനിഷേധിയായാലും ശരി. ഫിറഔൻ്റെ അടുത്ത് അള്ളാഹു നബിമാരെ അയച്ചിട്ടില്ലേ? അപ്പം എന്താ പറഞ്ഞത്? ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ, അവൻ്റെ അടുത്ത് പോയിട്ട് എന്ത് വേണം? മൃദുലമായി സംസാരിക്കണം. അത് അവൻ ആദരിച്ചുകൊണ്ടല്ല, അവൻ ആദരിക്കാൻ വേണ്ടിയിട്ടല്ല, അവനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. പിന്നെയോ ഒരു വേള അവൻ സത്യം സ്വീകരിക്കാൻ വേണ്ടി. അത് നമുക്കുള്ള മാതൃകയാണ്. ഏത് നിഷേധിയുടെ അടുക്കൽ പോയി സംസാരിക്കുമ്പോഴും പിൽക്കാലത്ത് വരുന്ന നമുക്കുള്ള മര്യാദയിൽപ്പെട്ടതാണത്. നിഷേധിയല്ലേ, എന്തായാലും നരകത്തിലല്ലേ, ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ എന്ന് പോയി തോന്നിയ പോലെ സംസാരിക്കലല്ല, അങ്ങനല്ല. നബിമാരോടാണ് പറഞ്ഞത് മൃദുലമായി സംസാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് അങ്ങനെയല്ലേ, അവിടുത്തെ പ്രബോധനം അങ്ങനെയല്ലേ. അവിടുത്തോടാണ് അള്ളാഹു പറഞ്ഞത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, താങ്കളുടെ റബ്ബിൻ്റെ മാർഗത്തിൽ താങ്കൾ ക്ഷണിക്കുക. എന്നിട്ടാണ് ഈ പറഞ്ഞത്. ഇസ്ലാമും കുഫറും തമ്മിൽ കൂട്ടിമുട്ടുന്ന വിഷയമാണിത്. നമ്മളോ ചെറിയ വിഷയമായിരിക്കും, ശാഖാപരമായ വിഷയമായിരിക്കും, ഫിഖ്ഹിയായ വിഷയമായിരിക്കും. അവൻ്റെ തല അറുത്താലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യമാണ്. നമ്മുടെ മേൽ തിന്മയായി ഭവിക്കാൻ അത് മതിയായതാണ്. ആവർത്തിച്ച് ഇത്രയും വിശദീകരിക്കാനുള്ള കാരണം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില കാര്യങ്ങൾ നമുക്ക് ശൈത്താൻ ഭംഗി കൂട്ടി കാണിക്കും, നല്ലതല്ലേ എന്ന് തോന്നിപ്പിക്കും. ആ നല്ലതിന് ബിദ്അത്തുകാർക്ക് നമ്മൾ മറുപടി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതല്ലേ നല്ലത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അത് ഈ വിഷയത്തിലും അത് ബാധകമാണ്, പ്രബോധന വിഷയത്തിലും അത് ബാധകമാണ്. നല്ലതല്ലേ എന്ന് തോന്നി നമ്മുടെ കയ്യിൽ മൈക്കും റെക്കോർഡിംഗ് സംവിധാനങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് തോന്നിയതല്ല നല്ലത്. പിന്നെയോ ദീനിൽ നല്ലതായിരിക്കണം, സംസാരം എങ്ങനെ ആയിരിക്കണമെന്ന് അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നല്ലത്. ബിദ്അത്തുകാർക്ക് മാത്രം പറയാനുള്ള ഹദീസല്ല അത്. എല്ലാ വിഷയത്തിലും, പ്രബോധനത്തിലും, എല്ലാ വിഷയത്തിലും ഖുർആനും സുന്നത്തും സലഫുകളുടെ മാർഗവും
നാം പിൻപറ്റേണ്ടതുണ്ട്. ഒക്കെ നമ്മുടെ ദീനിൻ്റെ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അടുത്ത അധ്യായം 19-ാമത്തെ അധ്യായം. ബാബുൻ മൻ ഹാബഹു നാസു ഖൗഫൻ മിൻ ലിസാനിഹി. ഒരുവൻ്റെ നാവിൻ്റെ മൂർച്ച ഭയന്നുകൊണ്ട് ജനങ്ങൾ അവനിൽ നിന്നും അകന്നു നിൽക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. സുബ്ഹാനല്ലാഹ്, തലക്കെട്ട് നോക്കൂ നിങ്ങൾ. മൻ ഹാബഹു നാസു ഖൗഫൻ മിൻ ലിസാനിഹി. ഏതൊരുവനെയാണോ ജനങ്ങൾ ഭയക്കുന്നത്, ഏതൊരുവനിൽ നിന്നാണോ ജനങ്ങൾ അകന്നു നിൽക്കുന്നത്, എന്താണ് കാരണം? ഖൗഫൻ മിൻ ലിസാനിഹി, അവൻ്റെ മൂർച്ചയേറിയ നാവിൻ്റെ ഉപദ്രവം ഭയന്നുകൊണ്ട്. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു, വൈലുൻ ലികുല്ലി ഹുമസതിൽ ലുമസ. എല്ലാ കുത്തിപ്പറയുന്നവനും അവഹേളിക്കുന്നവനും സർവനാശം, അള്ളാഹുവിൽ നിന്ന് കഠിനമായ ശിക്ഷയുണ്ട്. എന്താണ് സഹോദരങ്ങളെ ഈ പറഞ്ഞത്? അൽ ഹുമസ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കുന്നവനാണ്. പ്രവർത്തനം കൊണ്ട്, ആംഗ്യം കൊണ്ട്, കണ്ണ് ഇറുക്കി കാണിച്ചുകൊണ്ട്, അതുപോലെയുള്ള പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ ആക്ഷേപിക്കുന്നവൻ, ഉപദ്രവിക്കുന്നവൻ എന്നാണ് അർത്ഥം. അല്ലുമസ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുക, അഥവാ കുത്തുവാക്കുകൾ പറയുക, കുത്തിപ്പറയുക. അങ്ങനെയുള്ളവന് നാശം, അങ്ങനെയുള്ള എല്ലാവർക്കും നാശം. വൈൽ എന്ന് പറഞ്ഞാൽ നരകം, നാശം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇതുപോലെ മൂർച്ചയേറിയ നാവുമായി നടക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും ആളുകളെ ഉപദ്രവിക്കുക, എന്നിട്ട് ഇവൻ്റെ ഉപദ്രവം ഭയന്നുകൊണ്ട് ജനങ്ങൾ അവനിൽ നിന്നും അകന്നു നിൽക്കുക എന്നതുമായി ബന്ധപ്പെട്ട അധ്യായമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഹമ്മാസിം മശാഇം ബിനമീം. ഹമ്മാസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കുന്നവൻ, അതുപോലെ ജനങ്ങൾക്ക് ഇടയിൽ നമീമത്തുമായി കറങ്ങി നടക്കുന്നവൻ. വളരെ ഗൗരവമായ തെറ്റാണിത്, ഗുരുതരമായ അപകടമാണ്. അള്ളാഹു പറഞ്ഞു, വഇദാ മർറു ബിഹിം യതഗാമസൂൻ. മുനാഫിഖുകളായ നിഷേധികളായ ആളുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മുഅ്മിനീങ്ങൾ നടന്നു പോകുമ്പോൾ, അവർ ദീൻ പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ആളുകൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും. എത്ര ആളുകളുണ്ട്, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയുണ്ട്. ഒരുത്തൻ നല്ലോണം നിര്യാണിക്ക് മുകളിൽ വസ്ത്രവും അതുപോലെ ഇസ്ലാമിൻ്റെ മര്യാദകൾ കുറച്ച് കൂടുതൽ പാലിച്ചു എന്ന് പറഞ്ഞാൽ ദീനിലുള്ള കൂടുതൽ തന്നെയാണ്. അപ്പോൾ പിന്നിന്ന് കണ്ണിറുക്ക് കാണിക്കും, വേണ്ടില്ലേ എന്ന് പറഞ്ഞ് കാണിക്കും. മുനാഫിക്കുകളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അത് നിഷേധികളായ ആളുകളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അത് പ്രവൃത്തി കൊണ്ട് ആളുകളെ കുത്തിപ്പറയലും അവഹേളിക്കലുമാണ്. ഒരാൾ ദീനിലുള്ളത് 100ൽ 100 പ്രവർത്തിക്കുക എന്നത് ഒരിക്കലും അനുഷ്ഠാന തീവ്രവാദമല്ല. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് വസ്ത്രത്തിൻ്റെ പേരിലായാലും പൊതുവേ ദീനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി ജീവിക്കുക എന്നത് ഒരു മുഅ്മിനിന് അനിവാര്യമാണ്. അത് എനിക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് അത് ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുക എന്നത് സത്യനിഷേധികളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. എത്ര ആളുകളുണ്ട് ഇന്ന് ജനങ്ങൾക്കിടയിൽ. വളരെ നിസ്സാരമായ ഒരു കാര്യമാണിത്. ചിലപ്പോൾ കൂട്ടത്തിലുള്ള ആൾ തന്നെ ആയിരിക്കും, കുറച്ചൊന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എന്ന് കാണുമ്പോൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കും. വഇദാ മർറു ബിഹിം യതഗാമസൂൻ. കുഫാറുകളുടെ നിഷേധികളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇതുപോലെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ജനങ്ങളെ ഉപദ്രവിക്കുക, അവരെ അവഹേളിക്കുക, ആക്ഷേപിക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ്. വളരെ ഗൗരവമായ തിന്മയിൽപ്പെട്ടതാണ്, വലിയ തെറ്റാണത്. വൈൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തത് ഗുരുതരമായ തിന്മകൾക്കാണ്. വൈൽ എന്ന താക്കീത് നിങ്ങൾ നോക്കിയാൽ മതി പരിശുദ്ധ ഖുർആനിൽ. ഗുരുതരമായ തിന്മയായിരിക്കും, നാശം. ഒരുവന് സർവനാശമായി ഭവിക്കാൻ അത് മതി, ഒരുവൻ നരകത്തിൽ കിടന്ന് വെന്തിരിയാൻ അത് മതി എന്നാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളല്ല, ഇതൊക്കെ നിഷേധികളായ ആളുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും? ചില ആളുകൾ തമാശക്ക് ചെയ്യുന്നതായിരിക്കും,
തമാശക്ക് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ആ തമാശ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അത് തമാശയിൽ എല്ലാ സമയത്തും ഉൾപ്പെട്ടു കൊള്ളണമെന്നില്ല. ദീനിനെ പരിഹസിക്കുക എന്നതിന് തമാശയില്ല. ദീനിൻ്റെ കാര്യത്തിൽ ദീനിനെ കൊണ്ട് തമാശയില്ല. അതല്ലേ തബൂക്ക് യുദ്ധത്തിൻ്റെ വേളയിൽ സഹാബികളെ കാണിച്ച് ചില ആളുകൾ പറഞ്ഞില്ലേ, ഇതുപോലെ ഭീരുക്കളായ ഭക്ഷണപ്രിയരായ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. സഹാബികൾ ആക്ഷേപിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വിവരമെത്തി, ഈ ആളുകൾ ഒഴികഴിവുമായി അവിടെ എത്തുമ്പോഴേക്കും അള്ളാഹു ആയത്തിറക്കി, വല ഇൻ സഅൽതഹും, നബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ഇന്നമാ നഖൂദു വനൽഅബ്, നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞതാണ്, നമ്മൾ കളിച്ചതാണ്, തമാശ പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ, നബിയെ തിരിച്ചു ചോദിക്കുക, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ആയത്തുകളെ കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറൂ, നിങ്ങൾ ഒരു ഒഴികഴിവും പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാനിനു ശേഷം നിങ്ങൾ കാഫിറുകളായിരിക്കുന്നു. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പാരായണം ചെയ്യും. ഈ പറഞ്ഞ ആളുകൾ പിന്നാലെ പോകും, എന്നിട്ട് പറയും ഇന്നമാ നഖൂദു വനൽഅബ്, ഇന്നമാ നഖൂദു വനൽഅബ്. നബിയെ ഞങ്ങൾ തമാശ പറഞ്ഞാൻ, നമ്മൾ വെറുതെ പറഞ്ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുക്കും. ഇപ്പം ദീനിൻ്റെ കാര്യത്തിൽ ഒരു തമാശയും കളിയും ചിരിയൊന്നുമില്ല. അത് നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രത്തിനെ പരിഹസിച്ചാലും ശരി, ഒരാളുടെ മറ്റു വല്ല ദീനിൻ്റെ അടയാളം പരിഹസിച്ചാലും ശരി, താടി പരിഹസിച്ചാലും ശരി, എന്തായാലും ശരി, വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ജനങ്ങളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കുത്തിപ്പറയുക, അവഹേളിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ്. സൂറത്തുൽ ഹുമസയിലെ ഈ ആയത്ത് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യം നമ്മിൽ പലർക്കും പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ നേരത്തെ നമ്മൾ കേട്ട സൂറത്തുൽ ഖലമിലെ ആയത്തിൽ വന്നതുപോലെ ഇങ്ങനെ കുത്തിപ്പറയുന്ന അവഹേളിക്കുന്ന ആളുകളെ ആക്ഷേപിച്ചിട്ടുണ്ട്. അത് വളരെ ഗൗരവമേറിയ തെറ്റാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രവണത ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നാവ് കൊണ്ട് സംഭവിക്കുന്ന തിന്മകളിൽപ്പെട്ട തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹം ഒരു ഹദീസ് ആ ബാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ദർസിൽ വായിക്കാം. അത് വിശദീകരിക്കാനുണ്ട്. അടുത്ത ദർസിലേക്ക് മാറ്റിവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ ഈ പറഞ്ഞ ഗുരുതരമായ തിന്മയിൽ നിന്നും, നമ്മൾ മുന്നേ വായിച്ചതും അല്ലാത്തതുമായ എല്ലാ തിന്മകളിൽ നിന്നും ഓടി അകലേണ്ടതുണ്ട്. അത് ഹൃദയം കൊണ്ടായാലും നാവ് കൊണ്ടായാലും ഏത് നിലക്കായാലും മഅസിയത്ത്, പാപം, തിന്മ എന്നുള്ളത് വളരെ ഗൗരവമാണ്, നമ്മെ നശിപ്പിക്കും എന്നത് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ വായിക്കുന്ന ഓരോ അധ്യായവും കൂടുതൽ കൂടുതൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. പലതും വളരെ ചെറുതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. ആദ്യത്തെ ദർസിൽ സൂചിപ്പിച്ച കാര്യമാണിത്. ഈ കിതാബ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഇതിൽ പരാമർശിക്കുന്ന പലതും നമ്മൾ ചെറുതായി കണ്ടതാണ്, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കബായിറാണ്, വൻപാപമാണ് എന്നത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ ദീനിലായിക്കൊണ്ട് മരിക്കുവാനും നമ്മെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ന്യൂനതകൾ, തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു തആല അഅല വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.